Thank you, Rishi sir. Zone Phone Coordinator, Rishi sir, Mohanathan, Sudhir, Brother Aziz, and the Prepata Maximum leaders, trainers, ladies, Maximum members, Pasara Pradesh and the Prepata Maximum members. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ എത്താനും നിങ്ങളുടെ കൂടെ മെക്സൺ വ്യായാമത്തിൽ ഏർപ്പെടാൻ സാധിച്ചത്. റഷീദ് സാർ നിരന്തരമായിട്ട് എന്നെ ക്ഷണിക്കാറുണ്ടായിരുന്നു, ബേപ്പൂരിൽ വരണം. പക്ഷെ പലപ്പോഴും അതിന് സാധിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഒരു അവസരം കിട്ടി. തുറക്കൽ മെക്സൺ ടീം അവരെന്നെ ടൂറിൽ വന്നാണ്, അപ്പൊ അവരുടെ കൂടെ ഇന്ന് വരാൻ സാധിച്ചു. ഏതായാലും വളരെ ഭംഗിയായിട്ട് എനിക്ക് ഇന്ന് നിങ്ങളുടെ കൂടെ മെക്സൺ വ്യായാമം ചെയ്യാൻ സാധിച്ചു. വളരെ നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിരുന്നതാണ് എന്റെ അഭിപ്രായം. കാര്യം ട്രെയിനേഴ്സിനൊക്കെ എന്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുക. എന്താണ് നമുക്ക് മെക്സവൻ ഇത്രയും ജനപിന്തുണ എന്തുകൊണ്ട് ലഭിക്കുന്നു? നമ്മളാരും മെക്സവനിൽ എങ്ങനെയാണ് ആളുകൾക്ക് ഹൃദയപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നത്? ഇത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? നമുക്കറിയാം, ഇവിടെ എത്തുമ്പോൾ കുറച്ച് വ്യായാമവും അതേപോലെ തന്നെ നമുക്ക് സൗഹാർദ്ദവും സന്തോഷവും. വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ആരോഗ്യം. നമുക്ക് കുറച്ച് ആരോഗ്യം ലഭിക്കുന്ന കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്കറിയാതെ നമുക്ക് സൗഹാർദ്ദങ്ങളും സ്നേഹങ്ങളും സന്തോഷങ്ങളുമായിട്ട് നമുക്ക് ബൈ പ്രൊഡക്റ്റായി കിട്ടുന്നത്. അപ്പൊ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. മനുഷ്യനെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ലഭ്യമല്ല. പൈസ ഉണ്ടാക്കി വെച്ച് വീട്ടിൽ വെച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ലഭ്യമാണോ? അല്ല. അപ്പൊ ഇത്ര വലിയ പ്ലാറ്റ്ഫോമിലേക്ക് ആളുകൾ എത്തിച്ചേരുമ്പോ അവരറിയാതെ അവരുടെ അനുഭവിക്കാത്ത ഒരു അനുഭൂതിയും ഒരു സൗഹാർദ്ദവും സന്തോഷവും ഒക്കെ അവരുടെ മനസ്സിലേക്ക് കയറി വരികയാണ്. അത് തന്നെയാണ് ഇതിന്റെ വിജയം. ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്കറിയാം, ഇവിടെ എല്ലാവിധ ആളുകളും ഇവിടെ പ്രസന്റ് ആണ്. ഇവിടെ ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ ഇവിടെ എന്താണ് തൊഴിലെന്നോ ഏത് കാറ്റഗറിയെന്നോ ഫൈനാൻസ് പൊസിഷനോ ആരും ഒരു വകഭേദവുമില്ലാതെ എല്ലാ നാട്ടിലെ ജനങ്ങൾക്കും അവരുടെ നാടുകൾ ഒത്തുകൂടാൻ പറ്റിയ വലിയൊരു അവസരമാണ് മെക്സവൻ ചെയ്തു തന്നിരിക്കുന്നത്. അതിനുള്ള അവസരം ഇന്നേവരെ നമുക്ക് ലഭ്യമല്ലായിരുന്നു. ഇപ്പോൾ എല്ലാ ജനങ്ങൾ കൂട്ടത്തോടു കൂടി അത് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മെക്സവന്റെ വിജയം. കൂടാതെ നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ നമുക്കറിയാമല്ലേ, 5 സ്റ്റാർ ഹോസ്പിറ്റൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഒരുപക്ഷെ കേരളത്തിലായിരിക്കാം. ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു നാടിന്റെ പുരോഗതി ഇത്രയും വലിയ 5 സ്റ്റാർ ഹോട്ടലുകളാണോ പരിഗണിക്കുന്നത്? അല്ല. എത്രത്തോളം ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്, അത്രത്തോളം നമ്മുടെ ആരോഗ്യത്തിന്റെ അധോഗതിയാണ്, ആ നാടിന്റെ ആരോഗ്യത്തിന്റെ അധോഗതിയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്കെന്താ വേണ്ടത്? ഇന്നേവരെ ജനങ്ങൾക്ക് സമൂഹത്തിന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വ്യായാമ രീതി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എല്ലാ അസുഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കും, ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു വലിയ സന്ദേശം മെക്സവൻ വഴി ഇവിടെ എല്ലാ ജനങ്ങൾക്കും ലഭ്യമായി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. നമുക്ക് എത്ര ആയിരക്കണക്കിന് ഫീഡ്ബാക്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ ജീവിതശൈലിയുമായി പ്രയാസപ്പെട്ട് വർഷങ്ങളോളം 10-20 വർഷങ്ങളോളം നമുക്ക് കൊളസ്ട്രോള്, ഫാറ്റി ലിവർ, ഷുഗർ, യൂറിക് ആസിഡ്, അതേപോലെ 100 കണക്കിന് അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗമായിരുന്നു നമുക്ക് ചുറ്റുമുണ്ടായിരുന്നത്. ഇന്ന് ആ ജനവിഭാഗത്തിന് ബോധ്യമായി ഇവിടെ വന്നിട്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള വലിയ വ്യായാമ ക്രമത്തിലൂടെ ആളുകളുമായി സഹവാസത്തിലൂടെ സൗഹാർദ്ദത്തിലൂടെ പൂർണ്ണമായിട്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്താമെന്നുള്ള ഒരു വലിയ സത്യം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എത്രയോ ആളുകൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു ഷുഗർ പേഷ്യന്റ്, ഒരു പ്രമേയ രോഗി ജീവിതകാലാന്ത്യം വരെ മരുന്ന് കഴിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു നമുക്ക് ഇന്നേവരെ സാധ്യമായിരുന്നത്. പക്ഷെ മെക്സവൻ വന്നതിന് ശേഷം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഷുഗർ ലെവലൊക്കെ 300-400 ആയിരങ്ങൾക്ക് പതുക്കെ അവര് വ്യായാമത്തിൽ ഏർപ്പെടുകയും അവരുടെ ഭക്ഷണ രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുകയും കൊണ്ട് അവരാ ഒരു ജീവിതത്തിന്റെ യൂട്ടേൺ ചെയ്തുകൊണ്ട് അവർ ആ പരിവർത്തനത്തിലേക്ക് വരികയും അവർക്ക് പൂർണ്ണമായിട്ടും ഇത്തരം അസുഖങ്ങളിൽ ജീവിതശൈലികളിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടാൻ അവർക്ക് സാധ്യമായിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ വിജയരഹസ്യം. ജനങ്ങൾ അത് ഹൃദയപൂർവ്വം സ്വീകരിച്ചു. അതൊരു കാട്ടുതീപോലെ പടർന്നു. ഓരോ അനുഭവസ്ഥരും ആയിരക്കണക്കിന് അനുഭവങ്ങളാണ് അവർ പങ്കുവെക്കുന്നത്. ആ ഒരു കാട്ടുതീപോലുള്ള വാർത്തകൾ നാടെന്നും പരക്കുകയും അത് ജനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും അത് ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാം മറന്ന് ഒന്നാകുന്നതുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധ്യമായിരിക്കും. അത് തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെയും ഈ മെക്സവന്റെയും വിജയരഹസ്യം. അപ്പോ കഴിഞ്ഞ വർഷം 2024 മെക്സവനെ സംബന്ധിച്ചിടത്തോളം
ചീത്ത ദിവസമല്ല, വളരെ നല്ല ദിവസമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയോ നമുക്ക് വിദ്വേഷിക്കാൻ വലിയ വിജയം നമുക്ക് മെക്സവൻ എന്താണ് ജനങ്ങൾ പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ള വർഷമാണ് കഴിഞ്ഞ വർഷം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഏതായാലും മെക്സവൻ ഇന്ന് എല്ലാവരും ലോകത്തിലെ എല്ലാവർക്കും മെക്സവൻ എന്താണ്, അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അറിയാത്തവർക്കൊക്കെ അറിയാൻ കഴിഞ്ഞു. അവരെല്ലാം തന്നെ നമ്മുടെ യൂട്യൂബ് സെർച്ച് ചെയ്യാനും സ്വന്തമായി വീടുകളിൽ നിന്ന് ഇത് പ്രാക്ടീസ് ചെയ്യാനും ആരംഭിച്ചു എന്നുള്ളതാണ് 2024 വർഷത്തിൽ മെക്സവന് സാധ്യമായിട്ട് ഏറ്റവും വലിയ വിജയം. അതിനാൽ ഇനി നമ്മുടെ ക്ഷേമം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നിങ്ങൾ പഠിച്ചെടുത്തു. ഈ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ എല്ലാ ഓരോ വ്യക്തികളും ഇതിന്റെ ലീഡേഴ്സ്, ട്രെയിനേഴ്സ്, കോർഡിനേറ്റേഴ്സ് ആണ്. മെക്സവന്റെ ആ ഒരു ദൗത്യമാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ നിങ്ങൾ അച്ഛനമ്മമാർക്ക്, ഉമ്മപ്പന്മാർക്ക്, പ്രായമുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള പ്രായമുള്ള ആളുകളെ അല്ലെങ്കിൽ രോഗികളെ നിങ്ങൾ ചെയ്യുക. ഒരു പാലിയേറ്റീവ് കെയർ സെന്റർ വരുന്നതിന് മുമ്പ്, പാലിയേറ്റീവ് കെയർ വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവരെ കാണാം. നിങ്ങൾക്ക് സാധ്യമായ വ്യായാമങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കാം. കിടക്കുന്ന രോഗിയാണെങ്കിൽ ഒന്ന് ബ്രീത്ത് എടുത്ത് കൈകൾ ഒന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ഒരു മനസ്സ് വെച്ചാൽ മതി. അങ്ങനെ ജീവിതത്തിന്റെ ഒരു വലിയ പാത നിങ്ങൾക്ക് മെക്സവൻ തുറന്നു തന്നിട്ടുണ്ട്. മെക്സവന്റെ വാഗ്ദാനം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനായിട്ട് വലിയ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം വഴി നിങ്ങൾ നടന്നു നോക്കൂ. നിങ്ങൾക്ക് അറ്റമില്ലാത്ത സേവനം നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി കാശ് കൊടുത്ത് നിങ്ങൾക്ക് ആർക്കും സഹായിക്കേണ്ട ആവശ്യമില്ല. ഒരു ആരോഗ്യത്തിന്റെ മെസ്സേജ് നിങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു നിൽക്കുന്നത് കൂടി ആ കുടുംബം രക്ഷപ്പെടും. അപ്പൊ അത്തരം ആളുകൾ ഇനിയും നമുക്ക് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ ഇനിയുമുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ വരാതെ മാറി നിൽക്കുന്നവരുണ്ട്. അപ്പൊ അത്തരം ആളുകളൊക്കെ നിങ്ങൾ കണ്ടെത്തി സ്ത്രീകളാണ് സ്ത്രീകൾ നിങ്ങളുടെ വീടിനടുത്തുള്ളവർക്ക് ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇതിന്റെ വാർത്താക്കളാകുക. നിങ്ങൾ ഇതിന്റെ ഉപഭോക്താക്കളാണ്. നിങ്ങൾ ഇതിന്റെ ഗുണം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അറിയാത്തിരിക്കാൻ മെസ്സേജ് എത്തിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇത് മെക്സവൻ സാറിന്റെ നേതൃത്വത്തിൽ 2024 ജനുവരിയിലാണ് ഇവിടെ ആദ്യമായിട്ട് ബ്രാഞ്ച് കോഴിക്കോട് ചെറുണ്ണൂർ ആരംഭിക്കുന്നത്. അതിനുശേഷം ഒരു വലിയ ഭൂമിയിൽ തന്നെ നമുക്കിവിടെ സാധ്യമായിട്ട് കോഴിക്കോട് സിറ്റിയിലെ കണ്ടമാണെന്ന് എല്ലാ ഗ്രാമാന്തര സിറ്റി തലത്തിലെല്ലാം തന്നെ നമുക്ക് മെക്സവൻ എല്ലായിടത്തും നമുക്ക് രാവിലെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വളർച്ചയാണ് മെക്സവൻ സാധ്യമാക്കിയിരിക്കുന്നത്. അപ്പൊ അതിലെ പ്രിയപ്പെട്ട എല്ലാ സാധ്യത മോനേട്ടം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്ന എന്റെ എല്ലാ ലീഡേഴ്സ്, ട്രെയിനേഴ്സ്, കോർഡിനേഴ്സ് എല്ലാവർക്കും എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്. നമുക്കൊന്നും വരെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പൈസ ചെലവൊന്നുമില്ല. അതൊരു സേവനമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ നിങ്ങളുടെ നാടിന് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് അത് എന്ന് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. നിങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സമയം, ആ സമയം നിങ്ങൾ ചെലവഴിച്ചാൽ ഒരു അരമണിക്കൂർ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചാൽ അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ്. കൂടാതെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു, നിങ്ങൾ ഇതിന് ചെലവഴിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമേറിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്ത് നിങ്ങൾ ഇതിന് ചെലവഴിക്കുന്ന ഈ സമയം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി സമയം ചെലവഴിച്ചിട്ടുണ്ടോ അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യമേറിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് തിരിച്ചറിയുക. സമയം നിങ്ങൾ ചെലവഴിച്ചാൽ ഒരിക്കലും പാഴാകുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ 1440 മിനിറ്റ് 24 മണിക്കൂറിൽ 1440 മിനിറ്റാണ്. അതിന്റെ 2% എന്ന് പറഞ്ഞാൽ 28 മിനിറ്റാണ്. 2%. അപ്പൊ 100 രൂപ നിങ്ങൾക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 രൂപയെ ചെലവഴിക്കുന്നു. ബാക്കി 98 രൂപയെ നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അപ്പൊ ആ 2 രൂപ നിങ്ങൾ എന്നും ഡെയിലി നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ പ്രായഭേദമില്ല, നിങ്ങൾ പ്രായത്തെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമാണ്. ഇവിടെ എത്രയോ ആളുകളുണ്ട്, ഒരിക്കൽ പോലും 60, 70, 80 ആളുകൾ, പക്ഷേ 100 നോട്ട് ഔട്ട് എന്നാണ് മെക്സവൻ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത്. അത് സാധ്യമാകട്ടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ വാർത്തകൾ നിങ്ങളെ തൊട്ട് തോണ്ടുകയില്ല. നിങ്ങൾ ഒരിക്കലും വാർത്തകൾ നിങ്ങളെ ശരീരത്തിൽ സ്പർശിക്കുകയില്ല. എന്താ വേണ്ടത്? മെക്സവന്റെ മാനസികതകൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നിങ്ങൾ ബലപ്പെടുത്തിയെടുക്കുകയാണ്. നിങ്ങളുടെ മസിൽ സിസ്റ്റത്തെ പൂർണ്ണമായി ബലപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ആരോഗ്യത്തെ 60, 70 ആയിട്ട്, പക്ഷെ നിങ്ങൾ മാനസികമായിട്ടൊക്കെ എന്തെയും ഒരു 30 വയസ്സുകാരനെ പോലെ 20 വയസ്സുകാരനെ പോലെ മാനസിക നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണോ? അല്ലേ? മാനസികാരോഗ്യം നിങ്ങൾ എല്ലാവരും 30 വയസ്സുകാരന്റെ സ്ഥിതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ട്, അതേപോലെ തന്നെ ശാരീരികമായി നോക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് വലിയ പക്ഷം 60, 70 പ്രായമായിട്ട്, പക്ഷെ അവനൊക്കെ 30 വയസ്സുകാരനെ പോലെ 40 വയസ്സുകാരന്റെ ആരോഗ്യം കിട്ടിയിട്ടുണ്ട്. വ്യായാമത്തിൽ ഏർപ്പെടാത്ത ഒരു വ്യക്തിക്ക് ഇരുന്നിട്ട് എണീക്കാൻ കഴിഞ്ഞെങ്കിൽ മെക്സവന്റെ 70 വയസ്സുകാരൻ 85 വയസ്സുകാരൻ ഇരുന്നിട്ട് സുന്ദരമായിട്ട് എണീക്കും. അത് തന്നെയാണ് ആരോഗ്യത്തിലുള്ള വലിയ വ്യത്യാസം. അപ്പോൾ വ്യായാമം നമ്മുടെ ജീവിത ശൈലിയാക്കുക. പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ ഇത്തരം പ്ലാറ്റ്ഫോം ഒരു ദിവസം പോലും മുടക്കം കൂടാതെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഒരിക്കൽ പോലും നിങ്ങൾക്ക് നിങ്ങളെ പ്രായം നിങ്ങൾ അടുക്കുകയില്ല. വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സൗഹാർദ്ദത്തോടെ എന്നും ഇപ്പൊ നമുക്കറിയാം ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നത് നാളത്തെ പ്രഭാതം സ്വപ്നം കണ്ടുകൊണ്ടാണെന്ന് എനിക്ക് തീർച്ചയായും പറയാൻ പറ്റും. ആണോ അല്ലേ?
പ്രായമുള്ള ആളുകളൊക്കെ അറിയാം നമുക്ക്. ആ ജേഴ്സി കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച്, കാര്യം അവർ മനസ്സൊരിക്കൽ പോലും ബ്ലാങ്ക് അല്ല. അപ്പൊ അവര് ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഇപ്പോ മെക്സൺ പാലക്കാട് കഴിഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങോട്ട് തൃശ്ശൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തിൽ ഈ വർഷത്തിൽ പക്ഷേ തൃശ്ശൂർ എറണാകുളമൊക്കെ തന്നെ അതിന്റെ ബ്രാഞ്ചുകൾ എത്തിയിട്ടുണ്ട്. ഒരിക്കൽ പോലും മെക്സൺ അതിന്റെ പിന്നാലെ പ്രചരണത്തിന് വേണ്ടി പോകാറില്ല. ജനങ്ങൾ എവിടെയാണ് പഠിച്ചത് അത് അടുത്ത ദേശക്കാർ പഠിക്കുന്നു, അവരെത്തുന്നു, മൗത്ത് ടു മൗത്താണ് പോകുന്നത്. അവർ പഠിച്ചെടുക്കുന്നു, അവർ അടുത്ത ദേശത്തേക്ക് കൊണ്ടുപോകുന്നു. അവർ തന്നെയാണ് അതിന്റെ ട്രെയിനേഴ്സും കോർഡിനേറ്റേഴ്സും ലീഡേഴ്സും. ഞാൻ ഒരിക്കൽ പോലും അവിടെ ബാക്കിൽ പോകാറില്ല. ഞാൻ കോഴിക്കോട് ബീച്ച് ഞാൻ ഒരു വിസിറ്റ് ചെയ്തില്ല. 3 മാസം ആസിർ അവിടുത്തെ കോർഡിനേറ്റർ എന്നും വിളിക്കാറുണ്ട്, വരൂ. ഞാൻ പറഞ്ഞു എനിക്ക് വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്യുക, പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് വളരെ സുതാര്യമാണ്. മെക്സോന് ആ നാട്ടിലെ ആളുകളാണ് ചെയ്യുന്നത്, അവിടുത്തെ കൂട്ടായ്മയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റാരും ഇതിൽ ഇടപെടാനോ പങ്കെടുക്കാനോ മറ്റു കാര്യങ്ങളൊന്നും ഒരു സാധ്യമില്ല. നാട്ടിലെ ജനങ്ങൾ ഒത്തുകൂടി ചെയ്യുന്ന ഈ വ്യായാമത്തെ ജനങ്ങളാണ് ഹൃദയപൂർവ്വം ഏറ്റെടുക്കുന്നത്. എല്ലാവർക്കും എന്റെ ഹൃദയപൂർവ്വം അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യത്തോടുള്ള ഒരു ദീർഘായുസ്സ് കൂടി നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ്.